അപ്പോ ഖാദർക്ക അറ്റൻഷൻ പ്ലീസ്. 2026 നിങ്ങളൊരു ചെറുപ്പക്കാരനല്ലേ? നിങ്ങൾ ഈ ലോകത്തിന് എന്തെങ്കിലും ഒരു ചെറിയ ഉപദേശം കൊടുത്താൽ. അതെ, നിർദ്ദേശം. ഈ ചെറുപ്പക്കാരൻ ഇനി 10-28 വർഷം കൂടി ആകുള്ളൂ എന്നാണ് ഞാൻ കണക്കൂട്ടുന്നത്. പിന്നെ എനിക്ക് നിർദ്ദേശം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയാനുള്ളൂ. എനിക്ക് എന്നെപ്പോലെ ആവണമെന്ന് ഞാൻ പറയില്ല. നല്ല പുഞ്ചിരിയോട് കൂടിയിട്ട് നമ്മൾ പെരുമാറുക. എപ്പോഴും നമ്മളുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാവും. പുഞ്ചിരി ദാനമാണ് ഒരുപാടുണ്ടാവും അല്ലെ? പുഞ്ചിരി ദാനമാണ്, പുഞ്ചിരി ദാനമാണ് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. പുഞ്ചിരിച്ചുകൊണ്ട് ഒരു കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങിക്കോ, നിങ്ങൾക്ക് അത് സക്സസ് ആയിരിക്കും. അതിൽ വിജയിച്ച ഒരാളാണ്. പുഞ്ചിരിക്കുക, എല്ലാ സമയത്തും പുഞ്ചിരിക്കുക. ഒരിക്കലും ഒരുപാട് വിഷമങ്ങൾ നമുക്കുണ്ടാവും, അതൊക്കെ ഒഴിവാക്കേണ്ടി വരിക. ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കും. അപ്പൊ അയാൾക്കും തോന്നുന്നു ഇയാൾ പുഞ്ചിരിക്കുന്ന ഒരാൾ എപ്പോഴും പുഞ്ചിരിച്ച് കാണുന്നു. എന്നെ ഇവിടെ അറിയപ്പെടുന്ന അങ്ങനെയാണ്, പുഞ്ചിരിക്കുന്ന ഒരാളെന്നാണ് എന്റെ മുഖത്ത് ഒരിക്കലൊരു വെറുപ്പുണ്ടാവില്ല. പുഞ്ചിരിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുക. ആ പുഞ്ചിരിയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ശരിയല്ല, നമുക്കിപ്പോ ഒരാളെ മുഖത്ത് നോക്കുമ്പോ ചില ആളെ മുഖത്ത് നോക്കുമ്പോൾ ചിരിക്കാണ്ടിരിക്കുമ്പോ നമുക്കൊരു പ്രയാസം. അറിയാത്ത ആളോ ഞാൻ നോക്കും. പക്ഷെ നമ്മൾ പുഞ്ചിരിച്ച് അവർ പുഞ്ചിരിക്കും, ഉറപ്പായിട്ടും. അങ്ങനെയാണല്ലേ? നമ്മൾ പുഞ്ചിരിക്കുന്നത് നമ്മൾ ഉറപ്പുവരുത്തുക. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തുമ്പോൾ ഈ ലോകം പുഞ്ചിരിയുടെ ലോകമായി മാറും. ഒരു വിദ്വേഷം വെറുപ്പോ ഒന്നും ഉണ്ടാവും. ഓക്കെ, ശ്രമിച്ചുകൊണ്ടിരിക്കാം. ശ്രമിക്കും.